നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരം നടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ഒരുപക്ഷെ പന്നിയൻ രവീന്ദ്രൻ ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ മണ്ഡലമാകെ ഒന്ന് നമ്മൾ പര്യടനം നടത്തിക്കഴിഞ്ഞാൽ പന്നിയൻ രവീന്ദ്രൻ്റെ ചുവരെഴുത്ത്, പോസ്റ്റർ ഇതൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പോഴാണെന്ന് തോന്നുന്നു അവർക്ക് കയ്യിൽ പണമില്ലാത്തത്. തുടക്ക സമയത്ത് എവിടെ നിന്നോ കുറച്ച് പണം AKE സെൻട്രലിൽ എത്തിച്ചു കൊടുത്തതായിരിക്കാം. അതുകൊണ്ട് പോസ്റ്റർ അടിച്ചു, ചുവരുമൊക്കെ എഴുതി, അങ്ങനെ ബാക്കി ഇങ്ങനെ അണികളിങ്ങനെ പ്രവർത്തനവും നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ CPI മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവർത്തിക്കാൻ. തൊട്ട അയൽ മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോയിരിക്കുകയാണ് CPM പ്രവർത്തകർ. കാരണം അവർക്ക് അവിടെ അഭിമാന പോരാട്ടമാണ്, ജോയിയെ വിജയിപ്പിച്ചെടുക്കണം. ഇവിടെ അപ്പോൾ നേരിടുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണ്. ശശി തരൂരിൻ്റെ 4ാം ഊഴം, രാജീവ് ചന്ദ്രശേഖർ ആദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് യഥാർത്ഥത്തിൽ തരൂരിനെ പിടിച്ചു കെട്ടാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ. തരൂരിനേക്കാൾ എത്രയോ പടി ഉയരങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. തിരുവനന്തപുരത്തുകാർ ഇപ്പം ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 3 തവണ, അതായത് 15 വർഷം തരൂർ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്? അദ്ദേഹം എന്താ പറഞ്ഞു? അന്ന് പോയപ്പോൾ തന്നെ 2009-ലും 2014-ലും 2019-ലുമാണ് അദ്ദേഹം ഇവിടെ MP ആയിട്ടിരുന്നത്. ഇപ്പോൾ സിറ്റിംഗ് MP. വീണ്ടും 2024 മുതൽ 2029 വരെയും ജയിച്ചു പോകും കഴിയാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ നിൽക്കുന്നത്. ഈ ഡൽഹി ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യം കുറേ കാലം കൊണ്ട് പറഞ്ഞില്ലേ? എന്തായി? അദ്ദേഹം ഹൈക്കോടതി ബെഞ്ചിങ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. ബാഴ്സലോണയുടെ കാര്യം പറഞ്ഞു, എന്ത് ചെയ്തു? ഇപ്പം തിരുവനന്തപുരത്തെ കണ്ട് ബാഴ്സലോണ പഠിക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഈ 2009-ലാണല്ലോ അദ്ദേഹം പോയത്. അന്ന് ആരാ ഭരിക്കുന്നത്? കേന്ദ്രം കോൺഗ്രസ്സുകാരല്ലേ? UPA സർക്കാരല്ലേ? ഇദ്ദേഹത്തിൻ്റെ സർക്കാരല്ലേ? ഇദ്ദേഹം എന്താ കൊണ്ടിരുന്നത്? IPL-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതാ കുളമായി. അങ്ങനെ തിരുവനന്തപുരത്തെ ആകെ തന്നെ ഇട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിലാണ് ഇതിനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിന് ഏത് തരത്തിൽ നേട്ടമുണ്ടാക്കാമെന്നുള്ളതിനേക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ BJP കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി തന്നെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. മോദി ഒന്നും കാണാതെ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് ഇറക്കത്തില്ല. ഈ പിന്നെ ശശി തരൂരിൻ്റെ ഒരു വിജയിക്കുന്ന ഇടങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നെ പാറശാല, നെയ്യാറ്റിൻകര, കോവളമൊക്കെയാണ്. 2014-ലെ മത്സരത്തിൽ പിന്നെ രാജഗോപാൽ വിജയിക്കുന്ന ഒരു ഘട്ടമെത്തി. അവിടെ വെറും ഒരു 15,000 വോട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു തരൂരിൻ്റെ ഭൂരിപക്ഷം. പിന്നീട് അപ്പോൾ തരൂരിൻ്റെ ഒരു അമിത പ്രതീക്ഷയുണ്ട് ഇന്ന മണ്ഡലമൊക്കെ. പക്ഷേ അതുപോലെ തന്നെ നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അന്ന് അനുകൂലമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് തരൂർ കേന്ദ്രത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എന്തായാലും മോദി തന്നെ 3ാം വട്ടം വരുന്നു. മോദി 3ാം വട്ടം വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തിരുവനന്തപുരത്തിന് വികസനം അടിക്കടി ഉണ്ടാകും. തീരദേശത്തെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചു. പൊഴിയൂരിൽ പോയി പുലിമുട്ട് കാര്യത്തിൽ ഇടപെട്ടില്ലേ? തരൂരിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒരു കുന്തവും ചെയ്യാൻ കഴിയാതെ ഇവിടെ ഒരുതരം എടുപ്പ് കുതിരയെ പോലെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരുതരം കെട്ടുകാഴ്ചയില്ലേ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിലെ? അതുപോലെ ഒരു കെട്ടുകാഴ്ച മാത്രമാണ്. അദ്ദേഹം ഈ ഫ്ലാറ്റുകളിലും ഉയർന്ന കോളനികളിലും ഒക്കെ ഈ സ്ത്രീകളെ ഒക്കെ തന്നെ വിളിച്ചു കൂട്ടി അവിടെ ഇങ്ങനെ കഴിയുക, അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക, അവിടെ മാത്രം ചർച്ച നടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി ഇല്ല എന്നുള്ളതാണ്. പിന്നെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ മണ്ഡലമാണ്. ആ ഹിന്ദുത്വ മണ്ഡലം ഉള്ളതുകൊണ്ട്, ആ രീതി ഉള്ളതുകൊണ്ട് തന്നെ അത് രാജീവിന് അനുകൂലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ആ A ക്ലാസ് മണ്ഡലത്തിൽ A ക്ലാസ് സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. ആദ്യം തിരുവനന്തപുരം പിടിക്കുക, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുമ്പോട്ട് പോകാം എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. എന്തായാലും മോദി പറഞ്ഞല്ലോ,
പറഞ്ഞല്ലോ 2 അക്കം എന്നുള്ളത്. ആ 2 അക്കത്തിൽ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ താഴെ തട്ടിൽ വേണ്ട തരത്തിൽ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് RSS പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ BJP-ക്കാർ പിന്നിൽ നിന്ന് കുത്താതിരുന്നാൽ മതി. അതുതന്നെയാണ് പലപ്പോഴും ഇവിടുത്തെ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കാതെ പോയിട്ടുള്ളത്. പണ്ട് മുതലേ നമുക്കറിയാം ഈ BJP-യുടെ വോട്ട് കച്ചവടം, കേരളത്തിലെ BJP-യുടെ. ഇപ്പോഴും അവരത് ആവർത്തിക്കുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിരന്തരമായ നിരീക്ഷണത്തിൽ വിധേയരായിട്ടാണ് ഇവിടുത്തെ BJP-ക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ അക്കൗണ്ട് തുറന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ BJP-യിൽ ശുദ്ധികലശം നടക്കും, വെട്ടിനിരത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരം എന്തായാലും ഒരു വലിയ മുന്നേറ്റം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പല BJP പ്രവർത്തകരും അങ്ങ് ആറ്റിങ്ങലിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ ഈ CPM-കാരുടെ കാര്യം പറഞ്ഞതുപോലെ മുരളീധരൻ്റെ കൂടെ പോയിരിക്കുകയാണ്. മുരളീധരന് കേന്ദ്രമന്ത്രിയാണ്, രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ മുരളീധരനോട് ഇവിടുത്തെ BJP-ക്കാർക്ക് വേറൊരു ആഭിമുഖ്യം ഉണ്ട്, ഇവിടുത്തുകാരൻ എന്നുള്ളത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഗുജറാത്തിലാണ് ജനിച്ചത് എങ്കിലും ഒക്കെ തന്നെയും അദ്ദേഹവും മലയാളിയാണ്, ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്തു. 2009 തരൂര് വരുമ്പോഴും ഇതേ ഒരു രീതിയിലല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ, തിരുവനന്തപുരത്തെ മുഴുവൻ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ നേട്ടം കിട്ടും എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്.